മെഡിക്കൽ രംഗത്ത് ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു എക്സാമാണ് മെയ് 5 നടക്കാനിരിക്കുന്ന നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്, അതായത് നീറ്റ് എക്സാം. ഇന്ത്യയിൽ നമുക്കറിയാം നീറ്റ് ഉയർന്ന സ്കോർ വരുന്ന ഒരു 1,00,000 കുട്ടികൾക്ക് മാത്രമാണ് ഇന്ത്യയിൽ മെഡിക്കൽ കോളേജുകളിൽ MBBS അഡ്മിഷൻ ലഭ്യമാകുന്നത്. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളും നീറ്റ് ക്വാളിഫൈഡ് ആയാൽ മാത്രമേ അവർക്ക് പഠനം കഴിഞ്ഞ് തിരിച്ചു വന്ന് നെക്സ്റ്റ് എക്സാം എഴുതാനും അതുപോലെ തന്നെ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാനും കഴിയുകയുള്ളൂ. പക്ഷേ വിദേശത്ത് പഠിക്കുന്ന കുട്ടികൾക്കുള്ള റിലാക്സേഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമതായിട്ട് നീറ്റിൽ ഉയർന്ന സ്കോറൊന്നും ആവശ്യപ്പെടുന്നില്ല, നീറ്റ് ക്വാളിഫൈ ചെയ്താൽ മതിയാവും. രണ്ടാമതായിട്ട് നീറ്റിന്റെ സ്കോറിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിലെ MBBS പഠനത്തിന് വേണ്ടി 3 വർഷം വരെ നീറ്റ് സ്കോറിന് വാലിഡിറ്റി ഉണ്ട്. നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട കൂടുതൽ സംശയങ്ങൾക്കും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലെ MBBSുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സ്റ്റാൻഫോർഡ് സ്റ്റഡി അബ്രോഡ്.